ജില്ലാ പഞ്ചായത്ത് കിടങ്ങൂർ ഡിവിഷനിൽ 14 കോടി രൂപയുടെ വികസന പദ്ധതികൾ പൂർത്തീകരിച്ചതായി ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മാൻ മുണ്ടകൻ. കിടങ്ങൂർ ഡിവിഷനിലെ 55 വാർഡുകളിലും ഓരോ പദ്ധതിയെങ്കിലും നടപ്പാക്കിയതായും പൂർത്തീകരിച്ച 32 പ്രോജക്ടുകളുടെ ഉദ്ഘാടനം നവംബർ 5-ന് മുൻപായി നടക്കുമെന്നും ജോസ്മാൻ മുണ്ടകൻ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് കിടങ്ങൂർ ഡിവിഷനിലെ കൊഴുവനാൽ, മുത്തോലി, എലിക്കുളം, അകലക്കുന്നം, മീനച്ചിൽ പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന 55 വാർഡുകളിലായി 14 കോടിയുടെ വികസന പദ്ധതികൾ പൂർത്തീകരിച്ചതായി ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മാൻ മുണ്ടക്കൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇതിനോടകം നടപ്പാക്കിയ 12 കോടിയുടെ പദ്ധതികൾക്ക് പുറമെ 2025 ഫെബ്രുവരി മാസം മുതൽ ആരംഭിച്ച് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്ന 32 പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനം നവംബർ 1 മുതൽ 5 വരെയുള്ള ദിവസങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ നടക്കും. കിടങ്ങൂർ, മുത്തോലി, കൊഴുവനാൽ പഞ്ചായത്തുകളിലായി 70 മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കിടങ്ങൂർ പഞ്ചായത്തിലെ 11 സ്ഥലങ്ങളിൽ മിനിമാസ്റ്റ് ലൈറ്റുകളിലെ നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചു. 5 കുഴൽക്കിണർ കുടിവെള്ള പദ്ധതികൾ, കൂടല്ലൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ ജലവിതരണ പദ്ധതി എന്നിവയും പൂർത്തീകരിച്ചിട്ടുണ്ട്. എലിക്കുളം പഞ്ചായത്തിലെ താഷ്കന്റ് കുടിവെള്ള പദ്ധതി, കിഴുവംകുളം പബ്ലിക് ലൈബ്രറിയിൽ വയോജന ഹാളും ഫിറ്റ്നസ് സെൻ്ററും, മേവട പാലപ്പുഴക്കുന്ന് അമ്പഴത്തിനാൽ റോഡ്, അകലക്കുന്നം പഞ്ചായത്തിലെ തവളപ്പളാക്കൽ നഗർ റോഡ്, കിടങ്ങൂർ NSS ഹയർ സെക്കൻഡറി സ്കൂൾ ടോയ്ലറ്റ് ബ്ലോക്ക്, കിഴുവംകുളം NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ ടോയ്ലറ്റ് ബ്ലോക്ക്, ചെർപ്പുങ്കൽ ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടോയ്ലറ്റ് ബ്ലോക്ക്, പുലിയന്നൂർ കലാനിലയം UP സ്കൂൾ ടോയ്ലറ്റ് ബ്ലോക്ക്, മുത്തോലി സെൻറ് ആൻ്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഡൈനിങ് ഹാൾ, കിടങ്ങൂർ സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാഷിംഗ് ഏരിയ എന്നീ പദ്ധതികളാണ് പൂർത്തീകരിച്ചു കഴിഞ്ഞത്. കൊഴുവനാൽ പഞ്ചായത്തിൽ 15 മിനിമാസ്റ്റ് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം ശനിയാഴ്ച നടക്കും. കിടങ്ങൂർ പഞ്ചായത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന 30 മിനിമാസ്റ്റ് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ ഞായറാഴ്ച രാവിലെ നടക്കും. മുത്തോലിയിൽ 25 മിനിമാസ്റ്റ് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ തിങ്കളാഴ്ച നടക്കും. വിവിധ സ്കൂളുകളിലെ സാനിറ്റേഷൻ ബ്ലോക്ക്, ഡൈനിങ് ഹാൾ, മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയുടെ സമർപ്പണം തിങ്കളാഴ്ച നടക്കും. വിവിധ പഞ്ചായത്തുകളിലായി നിർമ്മാണം പൂർത്തീകരിച്ച 5 റോഡുകളുടെ ഉദ്ഘാടനം നവംബർ 5-ാം തീയതി ബുധനാഴ്ച വിവിധ സ്ഥലങ്ങളിൽ നടക്കും. കിടങ്ങൂർ പഞ്ചായത്തിന് ആംബുലൻസ്, കൂടല്ലൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ഈവനിംഗ് OPക്ക് ഡോക്ടറെ നിയമിക്കൽ, കിടങ്ങൂരിൽ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്റർ കെട്ടിട നിർമ്മാണം, കൊഴുവനാൽ പഞ്ചായത്തിലെ തോടനാലിൽ ഇൻഡോർ ബാഡ്മിൻ്റൺ കോർട്ട്, മുത്തോലി പഞ്ചായത്തിലെ പുലിയന്നൂരിൽ ഇൻഡോർ ബാഡ്മിൻ്റൺ കോർട്ട്, വിവിധ സ്കൂളുകളിൽ സാനിറ്റേഷൻ ബ്ലോക്ക് നിർമ്മാണം തുടങ്ങിയ പദ്ധതികളാണ് ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞത്. പാളയം സെൻറ്റ് സേവിയേഴ്സ് UP സ്കൂൾ സാനിറ്റേഷൻ ബ്ലോക്ക്, പട്ടിയാലിമറ്റം സെൻറ് ആൻ്റണീസ് LP സ്കൂൾ സാനിറ്റേഷൻ ബ്ലോക്ക്, മുത്തോലി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹാൾ നിർമ്മാണം, കിടങ്ങൂർ PKB ലൈബ്രറി നവീകരണം, കിടങ്ങൂർ ഖാദി സെൻ്റർ അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ പദ്ധതികളും ഈ കാലയളവിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞതായി ജോസ്മാൻ മുണ്ടക്കൽ പറഞ്ഞു. കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ നിന്നും മാത്രമായി ജില്ലാ പഞ്ചായത്ത് കിടങ്ങൂർ ഡിവിഷനിലേക്ക് 14 കോടിയുടെ പ്രോജക്റ്റുകൾക്ക് അനുവാദം വാങ്ങിക്കുവാനും ആ മുഴുവൻ പദ്ധതികളും യാതൊരു തടസ്സങ്ങളുമില്ലാതെ ആരംഭിക്കുവാനും പൂർത്തീകരിക്കുവാനും സാധിച്ചു. ഇതാണ് എനിക്ക് വളരെ ചാരിതാർത്ഥ്യം നൽകുന്ന കാര്യം. 14 കോടി രൂപയുടെ പദ്ധതികൾക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം ഈ 6 പഞ്ചായത്ത് പ്രദേശങ്ങളിലായിട്ട് 280 സ്ഥലങ്ങളിൽ മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുവാൻ സാധിച്ചു. അതുപോലെ തന്നെ ഗതാഗത രംഗത്ത് ഏതാണ്ട് 5 കോടി രൂപയിലധികം റോഡ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് വിവിധ പഞ്ചായത്തുകളിലായിട്ട് നൽകുവാൻ സാധിച്ചു. നമ്മുടെ ഈ 6 പഞ്ചായത്ത് പ്രദേശത്തെ സ്കൂളുകളിൽ കുട്ടികൾ സാധാരണക്കാർ പഠിക്കുന്ന ആളുകൾ, ഗവൺമെൻറ് സ്കൂളുകളും മാനേജ്മെൻറ്റ് സ്കൂളുകളും, ആ സ്കൂളുകളിലൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ കുറവുണ്ടായിരുന്ന സ്കൂളുകളെല്ലാം അത് സാനിറ്റേഷൻ സൗകര്യമാകാം, കുടിവെള്ളത്തിൻ്റെ സൗകര്യമാകാം, പാചകശാലയുടെ നിർമ്മാണത്തിൻ്റെ അടുക്കളയുടെ അഭാവമാകാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ഹാളിൻ്റെ അഭാവമാകാം. ഇവ ഏതൊക്കെ സ്കൂളുകളിൽ ഉണ്ടായിരുന്നോ, ആരൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ അതെല്ലാം നമുക്ക് അവിടെയെല്ലാം കെട്ടിടങ്ങൾ നിർമ്മിച്ചു കൊടുത്തുകൊണ്ടത് പൂർണ്ണമായിട്ടും പരിഹരിക്കുവാനായിട്ട് സാധിച്ചു. 2025-26 നടപ്പാക്കുന്നതിന് ലഭിച്ച തുക ഉപയോഗിച്ച് ഏറ്റെടുത്ത പദ്ധതികളിൽ 90% ഇതിനോടകം പൂർത്തീകരിച്ചു കഴിഞ്ഞു. കിടങ്ങൂർ ഡിവിഷനിലേക്ക് ലഭിച്ച ഒരു പ്രൊജക്റ്റ് പോലും നടപ്പിലാക്കാതെ ഉപേക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നും ജില്ലാ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ പദ്ധതികൾ ഏറ്റെടുക്കുവാനും ഏറ്റെടുത്ത പദ്ധതികളെല്ലാം കൃത്യസമയങ്ങളിൽ പൂർത്തീകരിക്കുവാനും കഴിഞ്ഞതായും ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മാൻ മുണ്ടക്കൽ പറഞ്ഞു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.